പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? വ്യാകുലപ്പെട്ടിരിക്കുന്നുവോ? ഏതോ ഒരു കാര്യം നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു. ഈ ആവശ്യത്തിന് എന്തു ചെയ്യും, ആ ആവശ്യത്തിന് എന്തു ചെയ്യും, ഈ കടക്കാരനോട് എന്തു പറയും, എങ്ങനെ ജീവിക്കും, ഇപ്പോൾ തന്നെ എത്ര കഷ്ടപ്പാടാണെങ്കിൽ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യും എന്നെല്ലാം കഷ്ടത്തോടെ വിഷമിച്ചിരിക്കുകയാണോ? ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടേക്കാം, വരുമാനത്തിൽ കുറവ് സംഭവിച്ചിരിക്കാം, ഇനി എന്താവുമെന്നറിയില്ല, എങ്ങനെ ജീവിക്കുമെന്നറിയില്ല എന്ന് വിഷമിക്കുകയാണോ? നിങ്ങൾ മത്തായി 6-ാം അധ്യായം വായിച്ചു നോക്കിയാൽ യേശു ഒരു കാര്യം വീണ്ടും പറയുന്നു: വിചാരപ്പെടാതിരിക്കുവിൻ. എൻ്റെ മക്കളെ, എന്തിനാണ് വിചാരപ്പെടുന്നത്? ആഹാരത്തിന് എന്ത് ചെയ്യും, വസ്ത്രത്തിന് എന്ത് ചെയ്യും, ജീവിക്കാൻ എന്ത് ചെയ്യും, നാളത്തെ ആവശ്യത്തിന് എന്ത് ചെയ്യുമെന്നൊരു വിചാരം ഉണ്ടാവുമല്ലോ. ആകാശത്തിലെ പറവകളെ നോക്കൂ, അതെന്തെങ്കിലും വിതയ്ക്കുന്നുണ്ടോ, കൊയ്യുന്നുണ്ടോ, കളപ്പുരയ്ക്കൽ വെക്കുന്നുണ്ടോ? ദിവസവും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ആഹാരം തന്ന് സംരക്ഷിക്കുന്നില്ലേ? ഈ പൂക്കള് കണ്ടോ, ഇത് കാട്ടുപൂക്കളാണ്. ഇതിനാരും വെള്ളമൊഴിക്കുന്നില്ല, ഇതിനാരും വളമിടുന്നില്ല. നമ്മൾ വീട്ടിൽ വളരുന്ന ചെടികളെ എന്തുമാത്രം പരിപാലിക്കുന്നു. ഇത് കാടുകളിൽ വളരുന്ന മനോഹരമായ പൂക്കളാണ്, നല്ല ഭംഗിയുണ്ട്, പൂത്തു കുലുങ്ങുന്നു, കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു. ഇതിനെക്കുറിച്ചും യേശു പറഞ്ഞിരിക്കുന്നു. വായിക്കാം, മത്തായി 6-ാം അധ്യായം 28-ാം വചനം. ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവയധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. അവയധ്വാനിച്ചു നൂറ്റ് സ്വയം പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? അവ തന്നെത്താൻ വളരുകയാണ്. യേശു പറയുന്നു, എന്നാലും ശലോമോൻ രാജാവ് പണക്കാരനായിരുന്നു, ഉയർന്ന നിലയിൽ ജീവിച്ചയാളായിരുന്നു. ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ അയാൾ ഭംഗിയായി ഉടുത്തിട്ടില്ല. രാജാവായതുകൊണ്ട് സ്നേഹിതന്മാര് പട്ടുവസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ പല പല കാര്യങ്ങൾ. ഇതുപോലെ അയാൾ ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ദൈവം ഈ ചെടികളെ ഭംഗിയായി ഉടുപ്പിച്ച് പരിപാലിക്കുന്നത് കണ്ടില്ലേ? കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്നു അല്ലേ? ഇതിന് ആരാണ് വെള്ളമൊഴിക്കുന്നത്, ആരാണ് വളമിടുന്നത്, ആരാണ് ഇതിൽ നിന്ന് കളപറിക്കുന്നത്? അത് ദൈവം അവയെ ഭംഗിയായി പരിപാലിക്കുന്നുണ്ട് അല്ലേ? ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. എന്തിനാണ് ഇത് പറയുന്നതെന്നോ? വ്യാകുലപ്പെടരുത്. എന്തിനാണ് വിചാരപ്പെടുന്നത്? ഇതിനെന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യും? ഇവയെ ഭംഗിയായി ഉടുപ്പിക്കുന്ന ദൈവത്തെ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ചെടിയെക്കുറിച്ച് ഇത്രയേറെ വിചാരപ്പെടുന്ന ദൈവം. ഇത് രാവിലെ പൂക്കും, വൈകുന്നേരം വാടിപ്പോകും. ഈ ചെടികളെ ഭംഗിയായി ഉടുപ്പിച്ച് പരിപാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ യേശു കുരിശ് ചുമന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ രക്തം ചിന്തിയത്? നിങ്ങൾക്കല്ലേ വിലമതിപ്പുള്ള ആത്മാവുള്ളത്? നിങ്ങളെ എത്ര കരുതലോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി യേശു വഴി നടത്തും. അത് വിശ്വസിക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വ്യാകുലതയെ ദൂരെ വലിച്ചെറിയൂ. അതെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. ആകാശത്തിലെ പറവകൾക്ക് ആഹാരം കൊടുക്കുന്നു, കാട്ടുപുഷ്പങ്ങളെ ഉടുപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തെയും യേശു നോക്കിക്കൊള്ളും. നമ്മൾ ചെയ്യേണ്ടത് കഠിനമായി അധ്വാനിക്കണം, പ്രയാസപ്പെടണം, നമ്മുടെ കടമ ചെയ്യണം. ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. മടിയന്മാരെ ദൈവം സഹായിക്കുകയില്ല. ജോലിക്ക് പോകാതെ വീട്ടിൽ കിടന്നുറങ്ങി കർത്താവ് പോഷിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് പോഷിപ്പിക്കില്ല, ഉടുപ്പിക്കുകയുമില്ല. ചെയ്യേണ്ടത് ചെയ്യണം, പ്രയാസപ്പെടണം. കൈയുടെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കുന്നതാണ്. ജോലി ചെയ്യൂ, കടമ നിറവേറ്റൂ, ചുറുചുറുക്കുള്ളവരായിരിക്കൂ, കഠിനാധ്വാനം ചെയ്യൂ. അപ്പോൾ കർത്താവ് നിങ്ങളെ പോഷിപ്പിക്കും, ഉടുപ്പിക്കും, ആവശ്യങ്ങളെ നിറവേറ്റിത്തരും. ഒരു കുറവുമില്ലാതെ എല്ലാം ദൈവം നോക്കിക്കൊള്ളും, ഭയപ്പെടേണ്ട. ഇന്ന് പറയൂ, ദൈവമേ, ഞാൻ വ്യാകുലപ്പെടുകയില്ല. എന്റെ വ്യാകുലതകളെല്ലാം അങ്ങയുടെ പാദത്തിൽ വെക്കുന്നു. അങ്ങ് ഞങ്ങളെ പോഷിപ്പിക്കും, കുടുംബത്തെ ഉടുപ്പിക്കും, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വൃഥാ വ്യാകുലതയ്ക്കിടം കൊടുക്കില്ല. എനിക്കങ്ങുണ്ട്, എനിക്കത് മതി. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ